ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പോകുന്ന ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയോടായിട്ട് രേവതി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരരുത് എന്നുള്ള ഉറച്ച തീരുമാനം പറയാണ്ട് ചന്ദ്ര. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അവൾ എൻ്റെ ഭാര്യയാണ്, അവളായിട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അവളുടെ അനിയൻ ചെയ്ത തെറ്റിന് അവളെ ശിക്ഷിക്കേണ്ട കാര്യം എന്താണ്, ഞാൻ അവളെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ പോവുകയാണ്. ഇതേ സമയം തന്നെ രേവതിയും ദേവും ലക്ഷ്മിയും എല്ലാം തന്നെ ശരത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് ആകെ സങ്കടത്തിലാണ്. ലക്ഷ്മി ആണെങ്കിലോ കൃഷ്ണേട്ടൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് കരയുന്നുണ്ട്. ചേട്ടാ, ശരത്ത് കാരനാണ് നിങ്ങൾ ആദ്യം പോയത്, ഇപ്പം നമ്മുടെ മോൻ കാരണം ഞാനും പോകുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിനെ കാണുമ്പോൾ തന്നെ രേവതിക്ക് സങ്കടമാവുന്നുണ്ട്. വേഗം ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് കരയുകയും സച്ചിയോട് ക്ഷമയൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ ലക്ഷ്മിയും വന്നിട്ട് ക്ഷമ പറയുകയാണ്. ഈ ഒരു സമയം സച്ചി പറയുന്നുണ്ട്, അമ്മ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരത്ത് ശരത്തിൻ്റെ കൈ തല്ലുപിടിച്ച സമയത്ത് മോനെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു, പക്ഷേ എല്ലാ സത്യാവസ്ഥകളെല്ലാം തന്നെ മനസ്സിലാക്കിയപ്പോൾ നീയാണ് ശരിയെന്ന് ബോധ്യമായി എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. കൂടുതൽ തന്നെ ദേവും ക്ഷമ പറയുന്നുണ്ട് കേട്ടോ സച്ചിനെ നേരത്തെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ. ഇതിനിടയിലും ശരത്തിനെ സച്ചി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ശരത്ത് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ദേവ് മറുപടി പറയാണ്ട്. ഈ ഒരു സമയത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാരെ കാണുമ്പോൾ തന്നെ ലക്ഷ്മിയും രേവതിക്കൊക്കെ പേടിയാവുന്നുണ്ട്. എന്നാൽ സച്ചി ആവട്ടെ എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്തിയതിന് ശേഷം വന്നിരിക്കുന്ന പോലീസുകാരോട് കാര്യം തിരക്കുന്ന നേരത്ത് തങ്ങൾ ശരത്തിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്നും ഇവനെപ്പോലെ ഒരു കള്ളൻ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ എല്ലാത്തിനും കൂട്ടി നിന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയെയും ലക്ഷ്മിയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ സച്ചി ഇതൊരു കുടുംബ പ്രശ്നമാണെന്നും നേരത്തെ അമ്മ വീട്ടിൽ വന്ന സമയത്ത് ശരത്തിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച് ആ ഒരു ദേഷ്യത്തിൽ അവൻ ചെയ്തതാണെന്നും അവൻ മോഷ്ടിച്ച പണമെല്ലാം വീട്ടിലേക്ക് തിരികെ കൊടുത്തിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥകളെല്ലാം തന്നെ സച്ചി പറയുന്ന നേരത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇതൊരു വലിയ ട്രെൻഡിങ് വീഡിയോ ആയിരിക്കുകയാണ്, എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പോലീസുകാരാണ്, അതുകൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്തേ മതിയാവും, സച്ചി മര്യാദയ്ക്ക് അവൻ എവിടെയാണെന്ന് പറയാം എന്നൊക്കെ ഇങ്ങനെ പോലീസുകാർ പറയുന്ന നേരത്ത് സാർ അവനെവിടെ ഇല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. നീയൊന്നും പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല, നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെല്ലാവരും വീടിനകത്ത് ചെന്നതിന് ശേഷം ശരത്തില്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണെങ്കിൽ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴത്തേക്കും സാർ ഞാൻ അവനെയും കൂട്ടിക്കൊണ്ടുവരാൻ എന്നിട്ട് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് എഴുതി തരാമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ പരാതിയില്ല എന്ന് എഴുതി തന്നിട്ട് കാര്യമില്ല, മോഷ്ടിച്ചിരിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ പണമാണെന്നല്ല പറഞ്ഞത്, അതുകൊണ്ട് അമ്മ തന്നെ വന്ന് എഴുതി തരണമെന്ന് പോലീസുകാർ പറയുമ്പോഴത്തേക്കും സച്ചി നടക്കാൻ പോകുന്നില്ല അറിയാമെങ്കിലും ശരി എന്ന് പറഞ്ഞ് സമ്മതം മൂളുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാർ ശരത്തിനെ കിട്ടാത്ത സങ്കടത്തിൽ നിന്ന് അവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു സമയം ഞാൻ ലക്ഷ്മി ശരത്തിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്ന, അവൻ കാരണം ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറേണ്ട ഗതികേടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന നേരത്താണ് ദേവുവിൻ്റെ ഫോണിലേക്ക് അടുത്ത ബിൽഡിങ്ങിലെ കോൺട്രാക്ടർ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്ന ശരത്ത് ഇങ്ങനെ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറി പോകുന്ന കണ്ടു, എന്തോ പന്തികേട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്ന നേരത്ത് ദേവ് വേഗം തന്നെ സച്ചിയോടായിട്ട് പറയുന്നത്, സച്ചി രേവതിയും ദേവു ലക്ഷ്മി എല്ലാം തന്നെ പേരോടും തന്നെ ബിൽഡിങ്ങിൻ്റെ പലയിടങ്ങളിലായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ശരത്തിനെ കണ്ടു കിട്ടുന്നില്ല. അവസാനം സച്ചി ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വന്ന് നിന്നതിന് ശേഷം ശരത്തെ നീ എവിടെയാണ്, എത്ര നേരമായി നിന്നെ തിരക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ ഉറക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ശരത്ത് കരയുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇവർ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ സൈഡിൽ ചേർന്ന് ഇവർ കാണാതിരിക്കുക സൈഡിൽ ചേർന്ന് നിൽക്കുകയാണ് ശരത്ത്. പെട്ടെന്ന് തന്നെ സച്ചി ശരത്തെ നീ ചാടരുതെന്നൊക്കെ പറയുന്നത് ഞാൻ കാരണം എൻ്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ നാണക്കേടുണ്ടായി, മാത്രമല്ല എൻ്റെ അമ്മ എല്ലാവർക്കും മുന്നിൽ തല കുനിക്കേണ്ടി വന്നു, ഞാൻ കാരണമാണ് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, ഇപ്പോൾ ഞാൻ കാരണം അമ്മയും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്കും മോനെ അമ്മ സങ്കടം കൊണ്ട് പറയുന്നത് നീ എല്ലാം ക്ഷമിക്കുകയെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. രേവതിയും ദേവുവിനയുടെ മോനെ നീ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ കരയാണ്. ഈ ഒരു സമയത്ത് ശരത്ത് താൻ ആത്മഹത്യ ചെയ്യുമെന്ന നിലപാടോടുകൂടി തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, ശരത്തെ നീ ഇവിടെ നിന്ന് ചാടിക്കാൻ നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല, കൂടിപ്പോയി നിൻ്റെ എല്ലുകൾ നുറുകുമാരൊക്കെ ആ ഒരു വേദനയിൽ നീ തിരണം, മാത്രമല്ല പിന്നീട് ഈ ഒരു ഇതെല്ലാം മാറിയതിന് ശേഷം പോലീസുകാർ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും, നീ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കാട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരത്ത് പൊട്ടിക്കരയുന്നുണ്ട്. ആ ഒരു സമയം നോക്കി തന്നെ സച്ചി ശരത്തിൻ്റെ കയ്യിലേക്ക് പിടിച്ച് വലിച്ച് മാറ്റി നിർത്താനെന്ന് പറയാം, നീക്ക് എന്തിനു വേണ്ടിയാണ് പഠിച്ചത്, തോന്നാൻ ബുദ്ധി ചെയ്യേണ്ട കാര്യമുണ്ട്, ഇത് ചെറിയ പ്രശ്നമാണ്, എല്ലാ പ്രശ്നത്തിനും ഓരോ പരിഹാരമുണ്ട്, നിനക്ക് ഈ ഏട്ടനില്ലേടെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ സമാധാനിപ്പിച്ച് നിർത്താറുണ്ട്. അപ്പോൾ സച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും ശരത്തിലേക്കാൾ ഉപരി സന്തോഷം തോന്നുന്നു നമ്മുടെ രേവതിക്ക് ലക്ഷ്മിക്ക് കേട്ടോ. പെട്ടെന്ന് തന്നെ ശരത്തിനോടായിട്ട് സച്ചി പറയാം, നീ ഒന്നുകൊണ്ടും പേടിക്കരുത്, നിന്നെ ഒരു പോലീസുകാരും പിടിക്കില്ല, നിന്നെ ഭദ്രമായിട്ടൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടെത്തിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ നേരെ ചെല്ലുന്നത് ഒരു വീട്ടിലേക്കാണ്. വീട് ആരുടെയാണെന്ന് ഒന്നും തന്നെ കാണിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് രേവതി ചോദിക്കുന്ന എന്താ സച്ചേട്ടൻ നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്ന നേരത്ത് പറയാം വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെയും ശരത്തിനെയും കൂട്ടിക്കൊണ്ട് ആ വീടിൻ്റെ അകത്ത് കയറി പോകുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.